ദൈവത്താൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ കുറിച്ച് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ധ്യാനിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് പേരുകളുണ്ട്. പരിശുദ്ധ അമ്മയുടെ പേരുകളുടെയൊക്കെ പുറകിൽ ഒന്നെങ്കിൽ ചരിത്രപരമായ എന്തെങ്കിലും ഒരു വസ്തുതയുണ്ട്, അതല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ ചില സംഭവങ്ങളുമായിട്ട് അതിന് സാദൃശ്യമുണ്ട്, അതുമല്ലെങ്കിൽ അമ്മ ജീവിതത്തിൽ അനുകരിച്ചിരുന്ന ചില പുണ്യങ്ങളുമായിട്ട് അതിന് ബന്ധമുണ്ട്. പരിശുദ്ധ അമ്മയുടെ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട രണ്ട് പേരുകളാണ്. ഒന്ന്, സങ്കടങ്ങളുടെ അമ്മ. വ്യാകുല മാതാവ് എന്ന് പറയുമെങ്കിലും സങ്കടങ്ങളുടെ അമ്മ എന്നൊരു പേരുണ്ട് പരിശുദ്ധ അമ്മയ്ക്ക്. രണ്ടാമത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് നിത്യ സഹായ മാതാവ്. ഈ രണ്ടു പേരുകളെ കുറിച്ച് ചെറുതായിട്ട് ഈ സമയത്ത് നമുക്കൊന്ന് ധ്യാനിക്കാം. യോഹന്നാൻ സുവിശേഷത്തിന്റെ 2-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അവിടെ നമ്മൾ കാനായിലെ കല്യാണ നാളിൽ ഈശോ ചെയ്ത അത്ഭുതത്തെ കുറിച്ചാണ് ധ്യാനിക്കുന്നത്. ഒരു കല്യാണത്തെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും സവിശേഷമായ ശ്രദ്ധ ആകർഷിക്കുന്നത് അല്ലെങ്കിൽ ആകർഷിക്കേണ്ടത് വധുവും വരനുമാണ്. പക്ഷെ കാനായിൽ ഒരു കല്യാണം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ സുവിശേഷകൻ ഒരു വിവാഹത്തെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുമ്പോൾ ഏറെ കൗതുകകരമായ ഒരു വസ്തുത, അതിൽ ആരാണ് വരനെന്നോ ആരാണ് വധുവെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ആ വിവരണം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഒരു ദിവസം ഇന്ന സ്ഥലത്ത് ഒരു വിവാഹം നടന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അടുത്തതായി ക്ഷണിക്കപ്പെട്ട അതിഥികളെ കുറിച്ചാണ് അടുത്ത വിശദീകരണം. യേശുവും അവിടുത്തെ അമ്മയും അതിലുണ്ടായിരുന്നു, ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരുന്നു. ഈ വിവാഹം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. നമ്മൾ അറിയുകയാണ്, അവിടെ ഒരു കുറവുണ്ടായി എന്ന് പരിശുദ്ധ അമ്മ അറിഞ്ഞു. പരിശുദ്ധ അമ്മ ആ കുറവ് ഉണ്ടായി എന്നുള്ള ആ വിവരത്തെ മകന്റെ അടുത്തെത്തി അറിയിക്കുകയാണ്. അമ്മയുടെ ആ വാക്കുകളിൽ ഒരുപക്ഷെ ഏറ്റവും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അവിടെയുണ്ട്. അമ്മ പറയുന്നത് ഇങ്ങനെയാണ്: അവർക്ക് വീഞ്ഞില്ല. സ്വാഭാവികമായിട്ടും കുറെ കാര്യങ്ങൾ അവരിലേക്ക് ചേർത്ത് വേണമെങ്കിൽ പറയാം എന്തുകൊണ്ട് വീഞ്ഞ് ഇല്ലാതെയായി. ഈ സദ്യയൊക്കെ ഒരുക്കിയ വ്യക്തിയെ കുറിച്ച് വേണമെങ്കിൽ 2 പരാമർശത്തിനൊക്കെ ഒരു സാധ്യതയുണ്ട്. അത് മാത്രമല്ല, മകനോട് മാത്രമായിട്ട് പറയണമെന്നില്ല, വേറെ കുറച്ചു പേരോടൊക്കെ ചെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെയൊന്നുമില്ല. പറയേണ്ട കാര്യം മാത്രം, അല്പം പോലും അതിൽ കൂട്ടിച്ചേർത്തിട്ടില്ല. ഇനി പറയേണ്ട വ്യക്തിയോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതും പറയേണ്ട സമയത്ത്, എല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ടില്ല. ഒരുപക്ഷെ ഏറ്റവും നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയതും പരിശുദ്ധ അമ്മയാണ്. പറയേണ്ടത് മാത്രം, പറയേണ്ട വ്യക്തിയോട് മാത്രം, അത് പറയേണ്ട സമയത്ത് തന്നെ ചെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. ഒരു കുറവുണ്ടായി എന്ന് അമ്മ അറിഞ്ഞു. കുറവുകളില്ലാതെ ഏതെങ്കിലും ഒരു ഭവനത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഒരു കുറവുമില്ലാത്ത ഒരു വ്യക്തിയോ, ഒരു കുറവുമില്ലാത്ത ഒരു കുടുംബ ജീവിതമോ, ഒരു കുറവുമില്ലാത്ത ഒരു ഭവനമോ നമുക്ക് ഈ ലോകത്ത് കണ്ടെത്താൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. ഈ ഒരു കുറവുണ്ടായി, ആ കുറവ് ഒരു അപമാനത്തിന് കാരണമാകുമായിരുന്നു. നമുക്ക് ഊഹിക്കാം, ആ കല്യാണം ഏതൊരു പാലസ്തീനിയൻ പെൺകുട്ടിയുടേതായിരുന്നു. പാലസ്തീനിയൻ പെൺകുട്ടിയുടെ വിവാഹം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അമ്മയുടെ ബന്ധത്തിലുള്ള ഏതോ ഒരു കുടുംബം, അതുകൊണ്ടാണ് അവരൊക്കെ ക്ഷണിക്കപ്പെട്ടിരുന്നത്. അത്രമാത്രമേ നമുക്ക് ഊഹിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് നടക്കുന്ന വിവാഹ വിരുന്നിന് അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം വീഞ്ഞ് തീർന്നു പോവുക എന്നുള്ളത് ഒരു വലിയ ശകുനപ്പിഴയായിട്ടൊക്കെ നമുക്ക് ഇന്നത്തെ ഒരു വാക്കിലേക്ക് എടുത്തു പറഞ്ഞാൽ അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയുമായിരുന്ന ഒരു സമൂഹത്തിലാണ് ഒരു കുറവുണ്ടായത്. ഈ വീഞ്ഞിന്റെ കുറവുണ്ടായത് അതൊരു അപമാനത്തിന് കാരണമാകാമായിരുന്നു. നമ്മുടെയൊക്കെ പല കുറവുകളും വേണമെങ്കിൽ അപമാനങ്ങൾക്ക് കാരണമാകാം. നമുക്ക് ഒരുപാട് കുറവുകളുണ്ട്. കുറവുകളൊക്കെ ഒരുപക്ഷെ അപമാനത്തിന് കാരണമാകാം, ഒരു ദുരന്തത്തിന് കാരണമാകാം. ആ കുറവിനെ അമ്മ തിരിച്ചറിഞ്ഞു. കുറവിനെ ഐശ്വര്യമാക്കി പരിണമിപ്പിക്കാൻ അമ്മയ്ക്ക് കഴിയുന്നു എന്നുള്ളതാണ് അമ്മയുടെ പ്രത്യേകത. എന്തുകൊണ്ട് പരിശുദ്ധ അമ്മയെ നമ്മൾ ചേർത്ത് നിർത്തണം?
എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ മാധ്യസ്ഥം തേടി നിന്റെ മാധ്യസ്ഥം വിളിച്ചപേക്ഷിച്ചവരിൽ ഒരു വ്യക്തി പോലും നിരാശയോടെ മടങ്ങിപ്പോയിട്ടില്ല എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ നിത്യസഹായ നാഥയാവുകയാണ്. കുറവുകളുള്ള മനുഷ്യരായതുകൊണ്ട് തന്നെ നമുക്ക് വിളിച്ചപേക്ഷിക്കാൻ കഴിയണം. പരിശുദ്ധ അമ്മേ എന്ന് വിളിക്കാൻ നമുക്ക് കഴിയണം. കുടുംബത്തിന്റെ കുറവുകളുടെ മേൽ, വ്യക്തിപരമായ ജീവിതത്തിന്റെ കുറവുകളുടെ മേൽ, അത് പലതരത്തിലുള്ള കുറവുകളാകാം. സമാധാനത്തിന്റെ കുറവുകളാകാം, സമ്പത്തിന്റെ കുറവാകാം, ഒരുപക്ഷെ ആരോഗ്യത്തിന്റെ മേഖലയിലെ കുറവുകളാകാം. അപ്പൊ എന്തൊക്കെ കുറവുകളാണ് നമ്മുടെ ജീവിതങ്ങളിലുള്ളത്, ആ കുറവുകളിലേക്കൊക്കെ ഐശ്വര്യം പ്രദാനം ചെയ്യാൻ കഴിവുള്ള ഒരു മധ്യസ്ഥമാകുന്ന സാന്നിധ്യമാണ് പരിശുദ്ധ അമ്മയുടേത് എന്ന് കാനായിലെ കല്യാണ നാളിൽ നമ്മൾ തിരിച്ചറിയുകയാണ്. അമ്മ പറഞ്ഞാൽ മകൻ കേൾക്കും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അമ്മ പറഞ്ഞാൽ മകൻ കേൾക്കും. അത് അടുത്ത വാക്കിലൂടെ വ്യക്തമാവുകയാണ്. മകൻ അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്, എന്റെ സമയം ഇനിയുമായിട്ടില്ല. എന്താണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്റെ സമയം. വിശുദ്ധ ഗ്രന്ഥത്തില് ഗ്രീക്ക് ഭാഷയിൽ പ്രത്യേകിച്ചും 3 പദങ്ങളാണ് സമയത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഒന്നാമത്തത് ക്രോണോസ്, അതിൽ നിന്നാണ് ക്രോണിക്കിൾ എന്ന പദം വരുന്നത്. രണ്ടാമത്തത് എസ്കത്തോൺ, യുഗാന്ത്യത്തെ കുറിച്ച് പറയുന്ന എസ്കത്തോളജി എന്ന ദൈവശാസ്ത്ര ചിന്തയൊക്കെ അതിൽ നിന്നാണ് വരുന്നത്, എസ്കത്തോൺ. മൂന്നാമത്തത് കെയ്റോസ്, ഒരുപക്ഷെ നമുക്ക് പരിചയമുള്ള ഒരു വാക്കതായിരിക്കാം, കെയ്റോസ്. 3 പദങ്ങൾക്കും സമയം എന്ന ഒരു പൊതു അർത്ഥമുണ്ടെങ്കിലും ഈ 3 പദങ്ങളും സൂചിപ്പിക്കുന്ന സമയം 3 തരത്തിലുള്ളതാണ്. ക്രോണോസ്, ഇപ്പോൾ സമയം എത്രയായി എന്ന് ചോദിക്കുമ്പോൾ ഒരാള് ആ വാക്കിൽ ഉപയോഗിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ, സമയക്രമത്തിൽ, ഈ ദിവസത്തിൽ ഇപ്പോൾ എത്രയാണ് സമയം, അത്രേ ഉദ്ദേശമുള്ളൂ. ക്രോണോസ് ആ പദത്തിന്റെ അർത്ഥം അത് മാത്രമാണ്. രണ്ടാമത്തത് എസ്കത്തോൺ, ഒരുപക്ഷെ യുഗാന്ത്യത്തെ കുറിച്ചുള്ള സംഭാഷണങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥം ഉപയോഗിക്കുന്നത്, യേശുവിന്റെ 2ാമത്തെ വരവിന്റെ സമയം എന്നൊക്കെ പറയുമ്പോൾ ഉപയോഗിക്കുന്നത് എസ്കത്തോൺ എന്ന പദമാണ്. കെയ്റോസ് എന്ന പദമാണ് ഈ സന്ദർഭത്തിൽ ഈശോ ഉപയോഗിച്ചത്. കെയ്റോസ്, ദൈവം ഇടപെടുന്ന ഒരു സമയം എന്നാണ് അതിന്റെ അർത്ഥം. ഒരുപക്ഷെ സമയങ്ങളിൽ തന്നെ ഒരു പ്രത്യേകമായ സമയം. ഒരുപക്ഷെ ഹൈന്ദവ ആചാരപ്രകാരമുള്ള വിവാഹങ്ങളിലൊക്കെ മുഹൂർത്തം എന്നൊരു വാക്ക് അവർ ഉപയോഗിക്കാറുണ്ട്. എന്താ അതിന്റെ അർത്ഥം? ഒരു ദിവസത്തെ 24 മണിക്കൂറുള്ള ആ സമയക്രമത്തിൽ ഒരു പ്രത്യേക സമയം. മുഹൂർത്തം എന്ന സമയം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാ മംഗളങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം എന്നൊക്കെയാണ്. ഒരുപക്ഷെ ഒരു വിദൂരമായ ഒരു അർത്ഥത്തിൽ നമുക്ക് ആ പദത്തെ അങ്ങനെ വ്യാഖ്യാനിക്കാം. പക്ഷെ അതല്ല, ദൈവം ഇടപെടുന്ന സമയം എന്നാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. ദൈവം ഇടപെടുന്ന സമയം, കെയ്റോസ്. മകൻ അമ്മയോട് പറഞ്ഞു, എന്റെ സമയം ഇനിയും ആയിട്ടില്ല. ഈ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം രക്ഷാകരമായി ഇടപെടുന്ന സമയം. ദൈവം എപ്പോഴാണ് രക്ഷാകരമായി ഇടപെടാൻ തുടങ്ങുന്നത്? അത് പരസ്യ ജീവിതത്തിലൂടെ ആരംഭിച്ച ആ സമയമാണ്. എപ്പോഴാണ് അത് പൂർത്തിയാകുന്നത്? അവന്റെ പീഡാസഹന ഉദ്ധാനത്തിലൂടെ പൂർത്തിയാകപ്പെട്ട ആ സമയം. അല്പം കൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ, ഞാൻ സമയത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ മരണത്തിലേക്ക് നടന്നു പോവുക, പീഡാസഹനങ്ങളിലേക്ക് നടന്നു പോവുക എന്നൊരർത്ഥം കൂടിയുണ്ട്. അപ്പോൾ അല്പം കൂടെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ എന്തായിരിക്കും മകൻ അമ്മയോട് ചോദിച്ചത്? അമ്മേ, ഈ അടയാളത്തിലൂടെ ഞാൻ പ്രവേശിക്കാൻ പോകുന്നത് എന്റെ സമയങ്ങളിലേക്കാണ്, രക്ഷാകരമായി ഇടപെടേണ്ട സഹനങ്ങളിലേക്ക്, അല്ലെങ്കിൽ രക്ഷാകരമായി ഇടപെടേണ്ട സമയത്തിലേക്ക്. എന്നിട്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അമ്മയുടെ വാക്കിന് മകൻ ചെവി കൊടുക്കുന്നു. അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികളിൽ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2ഓ 3ഓ അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്നവൻ അവരോട് പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. പക്ഷേ അത് മേൽത്തരം വീഞ്ഞാണെന്ന് തിരിച്ചറിയുമ്പോൾ അവൻ വീട്ടുടമസ്ഥനെ വിളിച്ചു പറഞ്ഞു, നല്ലത് നീ ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഒറ്റ അർത്ഥമേ ഉള്ളൂ, ഒരു കുറവുണ്ടായിരുന്നു.
അപമാനത്തിന് കാരണമാകുമായിരുന്നു. പക്ഷേ അഭിമാനത്തിന്റെ നിമിഷങ്ങൾ സമ്മാനിക്കുവാൻ അമ്മയുടെ മാധ്യസ്ഥത്തിന് കഴിഞ്ഞു. കാരണം കുറവുകളുള്ള മനുഷ്യരിലേക്ക് അനുകമ്പയോടെ നോക്കുന്ന ഒരു സ്ത്രീയാണ് പരിശുദ്ധ അമ്മ. കുറവുകളുള്ള മനുഷ്യരിലേക്ക് അനുകമ്പയോടെ നോക്കാൻ കഴിയുക എന്നുള്ളത് അതൊരു വലിയ ഗുണമാണ്. പരിശുദ്ധ അമ്മയിൽ നമ്മൾ ആ ഗുണം കാണുകയാണ്. കാരുണ്യ മാതാവ് എന്നൊരു പേര് കൂടി അമ്മയ്ക്കുണ്ട്. കാരണം കുറവുകളിലേക്ക് കരുണയോടെ നോക്കാൻ കഴിയുന്നു. അതൊരു പക്ഷെ ഒരു അമ്മയ്ക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. മകളുടെ കുറവുകളിലേക്ക് കുറ്റപ്പെടുത്താനെന്ന രീതിയിൽ ഒരുപാട് പേര് നോക്കാൻ സാധ്യതയുള്ളപ്പോഴും കരുണയോടുകൂടെ നോക്കാൻ കഴിയുന്നത് ഒരമ്മയ്ക്കായിരിക്കണം. ദൈവമാതാവ് ഭൂമിയിലെ അമ്മമാരെയെല്ലാം അതിലംഘിച്ചുകൊണ്ട് അവൾ ദൈവത്തിന്റെ മാതാവാണ്, അല്ലെങ്കിൽ ദൈവമാതാവായതുകൊണ്ട് അവൾ കരുണയോടെ നോക്കുമ്പോൾ അത് മഹാകരുണയോടെ ആയിരിക്കും. അതുകൊണ്ടാണ് അമ്മയെ കരുണയുടെ മാതാവ് എന്ന് കൂടി വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കണം, കരുണയുള്ള ഒരു അമ്മയാണത്. കുറവുകളുടെ മേൽ കരുണയോടെ നോക്കുന്ന ഒരു അമ്മയാണത്. വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവൾ നിത്യസഹായ നാഥയാണ്. എന്തുകൊണ്ടായിരിക്കും അമ്മയ്ക്ക് ഇത്ര കാരുണ്യമുള്ളത് എന്ന് ചിന്തിക്കുമ്പോൾ ഒരു ഉത്തരം, എന്റേതായ ഒരു വ്യാഖ്യാനമാണ്, അമ്മ സങ്കടങ്ങളുടെ അമ്മയാണ്. സഭ പോലും 7 വ്യാകുലങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ വ്യാകുല മാതാവ്, ഒരുപാട് സങ്കടങ്ങളുണ്ടായ ഒരമ്മ, മാനുഷികമായ ഭാഷയിൽ ഒന്ന് ചിന്തിച്ചു നോക്കി. വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായി കാണപ്പെടുന്നു. ഏറെ താമസിയാതെ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരുന്നു. പ്രവാസിയായിട്ട് ജീവിക്കേണ്ടി വരുന്നു. അതും ഒരു കൈക്കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വിദൂര നാട്ടിലേക്കുള്ള ഓടിപ്പോകല്. രാജാവിന് ഭയന്നാണ് ഓടിപ്പോകുന്നത്. അതിനുശേഷം ഭർത്താവിനെ നഷ്ടപ്പെടുന്നു. വിധവയായിട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരമ്മ. ഇവിടെയൊക്കെ ദാരിദ്ര്യം അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. കുറെ കാലം കൂടി കഴിയുമ്പോൾ മകനും അമ്മയെ വിട്ട് ഇറങ്ങിപ്പോകുന്നു. തനിച്ചായി പോകുന്ന ഒരു അമ്മയുണ്ട്. ഇനി ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന മകനെ അധികാരികൾ കൊല്ലാൻ നോക്കുന്നു. അവനിൽ പിശാചുണ്ടെന്ന് ആ കാലഘട്ടത്തിലെ പ്രമാണിമാര് പറയുന്നു. ഇതൊക്കെ അമ്മയുടെ ചെവികളിൽ എത്തുന്നുണ്ട്. ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നുപോയ ഒരു അമ്മ. ഒരുപക്ഷെ അതിന്റെ പാരമ്യത്തില് നമ്മളെപ്പോഴും കുരിശിൽ കിടക്കുന്ന കർത്താവിനെ ധ്യാനിക്കുന്നത് അവിടുത്തെ വലിയ പീഡകളെ കുറിച്ച് ഓർത്താണ്. ശാരീരികമായ ഒരുപാട് വ്യഥകളെ കുറിച്ച് ഓർത്ത് നമ്മൾ യേശുവയുടെ പീഡാസഹനത്തെ കുറിച്ച് ധ്യാനിക്കാറുണ്ട്. അവിടെ ഒരു അമ്മയുണ്ടായിരുന്നു. ശാരീരികമായ വേദനയുടെ പാരമ്യത്തിലൂടെ മകൻ കടന്നുപോകുന്നത് കണ്ടുകൊണ്ട്, മാനസിക വ്യഥയുടെ പാരമ്യത്തിലൂടെ കടന്നുപോയ ഒരമ്മയുണ്ട്. നിണമണിഞ്ഞ രീതിയിൽ മിഴി നിറഞ്ഞുകൊണ്ടാണ് അമ്മ നടന്നു നീങ്ങിയതല്ലേ. മകന്റെ ചോര വീണ മണ്ണിലൂടെ മിഴി നിറഞ്ഞുകൊണ്ട് നീങ്ങുന്ന ഒരമ്മയുണ്ട്. നിസ്സഹായിയായിട്ട് നീങ്ങുന്ന ഒരമ്മയുണ്ട്. അത്രമാത്രം സങ്കടങ്ങളിലൂടെ കടന്നുപോയ ഒരമ്മ. ഒരുപക്ഷെ ഒരു മനുഷ്യ വ്യക്തിക്ക് അനുഭവിക്കാൻ കഴിയാവുന്ന എല്ലാ തരത്തിലുമുള്ള സങ്കടങ്ങളും വേദനകളും ഒക്കെ അനുഭവിച്ചു പോകുന്നത് കൊണ്ടല്ലേ അമ്മ നിത്യസഹായ നാഥയാകുന്നത് എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. കാരണം സങ്കടപ്പെടുന്നവരെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. മക്കളില്ലാത്ത ദമ്പതിമാരുടെ വേദന ഏറ്റവും കൂടുതൽ ആർക്ക് മനസ്സിലാവുക? മക്കളില്ലാത്ത ദമ്പതിമാർക്ക് തന്നെയാണ്. പരീക്ഷയെ തോറ്റവന്റെ സങ്കടം പരീക്ഷയെ തോറ്റവനെ മനസ്സിലാവുള്ളൂ എന്ന് ഞാനൊരിക്കലും ഉപദേശിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു കൊച്ചിറക്കനോട് പറഞ്ഞു, അച്ഛൻ ഇതൊന്നും മനസ്സിലാവില്ല, അച്ഛൻ പരീക്ഷയെ തോറ്റിട്ടില്ലല്ലോ, തോറ്റവന്റെ വേദന മനസ്സിലാവും. അങ്ങനെയെങ്കിൽ ആ ലോജിക്ക് എടുത്ത് നോക്കിയാൽ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വേദനകളൊന്നുമില്ല. സങ്കടങ്ങളുടെ അമ്മ നിത്യസഹായനാഥയാണ്. ആ നിത്യസഹായനാഥ കരുണയുടെ അമ്മയാണ്. മഹാകരുണയോടെ നമ്മുടെ കുറവുകളിലേക്ക് നോക്കുന്ന അമ്മയാണ്. ആ അമ്മയെ കുറിച്ച് വീണ്ടും വീണ്ടും ധ്യാനിക്കാനും വിമല ഹൃദയ പ്രതിഷ്ഠ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്താൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കത്തിന്റെ 27ാമത്തെ ദിവസമായ ഇന്ന് വചനവിചിന്തനത്തിനു വേണ്ടി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 46-47 തിരുവചനങ്ങളാണ്. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു.
പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിൽ നിന്നുള്ള പ്രസക്തമായ 2 വചനങ്ങൾ. എന്റെ ചിത്തം കർത്താവിൽ ആനന്ദിക്കുന്നു, ആനന്ദം ദൈവത്തിലാണ്. സഭാപ്രസംഗകൻ എന്നൊരു പുസ്തകമുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ, പഴയ നിയമത്തിൽ. സഭാപ്രസംഗകൻ എന്ന പുസ്തകത്തിന്റെ കർത്തൃത്വം ആരോപിക്കപ്പെട്ടിരിക്കുന്നത് സോളമൻ എന്ന രാജാവിലേക്കാണ്. ലോകത്തിലെ ഒരുപക്ഷെ വിശുദ്ധ ഗ്രന്ഥം പറയുന്നതനുസരിച്ച് ഏറ്റവും വിജ്ഞാനിയായ രാജാവ്. സഭാപ്രസംഗം എന്ന പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങളിൽ സോളമൻ രാജാവ് തന്റെ ജീവിതത്തിൽ വാർദ്ധക്യത്തിൽ ഇരുന്നുകൊണ്ട് തന്റെ ജീവിതത്തെ കുറിച്ച് ഒരു വിചിന്തനം ചെയ്യുന്നതായിട്ട് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തു, ഞാൻ ഉദ്യാനങ്ങൾ ഉണ്ടാക്കി, ഞാൻ ഉപവനങ്ങൾ ഉണ്ടാക്കി. എന്റെ കണ്ണുകൾ അഭിലഷിച്ചതൊന്നും ഞാൻ അതിന് നിഷേധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് ഒരു സമ്പന്നനും പറയാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് നോക്കിയിട്ട് എനിക്ക് എന്തൊക്കെ വേണമെന്ന് തോന്നി അതെല്ലാം എന്റേതായിരുന്നു. ഞാൻ അനുഭവിക്കാത്ത സുഖങ്ങളില്ല. എന്റെ കൊട്ടാരത്തിൽ അനേകം ദാസന്മാരും ദാസിമാരും ഉണ്ടായിരുന്നു. എന്നിട്ട് സോളമൻ ഈ നേടിയെടുത്ത എല്ലാ കാര്യങ്ങളെയും അവന്റെ എല്ലാ നേട്ടത്തെയും ഒന്ന് വിചിന്തനം ചെയ്തുകൊണ്ട് ഇപ്രകാരം പറയും: ഒടുവിൽ ഞാൻ ഇവയെല്ലാം ഒന്ന് വിചിന്തനം ചെയ്തു നോക്കി, എല്ലാം മായയും മിഥ്യയുമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അടുത്ത വചനം: സൂര്യന് കീഴെ നേട്ടങ്ങളൊന്നുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. ലോകത്തിലെ ഏറ്റവും വിജ്ഞാനിയായ മഹാരാജാവ്, ഏറ്റവും പ്രതാപശാലിയായിരുന്ന മഹാരാജാവ് ജീവിതത്തിന്റെ അവസാന കാലങ്ങളിൽ തന്റെ പ്രതാപത്തെയും നേട്ടങ്ങളെയും ഒക്കെ വിചിന്തനം ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: സൂര്യന് കീഴെ നേട്ടങ്ങളൊന്നുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ഏറ്റവും ലളിതമായ ഭാഷയിൽ പരിശുദ്ധ അമ്മ പറഞ്ഞു: എന്റെ ചിത്തം കർത്താവിൽ ആനന്ദിക്കുന്നു. അമ്മയുടെ ആനന്ദം സൂര്യന്റെ മുകളിലാണ്, ആലങ്കാരികമായിട്ട് പറഞ്ഞാൽ. കാരണം അമ്മ ആനന്ദിച്ചിരുന്നത് ദൈവത്തിലാണ്. അപ്പൊ നൈമിഷികമായ ഒന്നിലുമായിരുന്നില്ല ആനന്ദം. പിന്നെ എനിക്കൊരിക്കലും നഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത ഒന്നിൽ എന്റെ ചിത്തം എന്റെ കർത്താവിൽ ആനന്ദിക്കുന്നു. എന്റെ രക്ഷകനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ പറയാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സാധിച്ചാൽ ആ ആനന്ദത്തെ ആ വ്യക്തിയിൽ നിന്ന് എടുത്തു കളയാൻ ലോകത്തെ ഒരു ശക്തിക്കും കഴിയുകയില്ല. എന്റെ കർത്താവിലാണ് എന്റെ ആനന്ദമെങ്കിൽ അത് ശാശ്വതമാണ്. ഒരു മനുഷ്യർക്കും അത് എടുത്തു മാറ്റാൻ കഴിയുകയില്ല. നമുക്കെല്ലാവർക്കും ചേർന്ന് പരിശുദ്ധാത്മാവിനോടുള്ള ഒരു ഗാനം ആലപിച്ചുകൊണ്ട് ആത്മശക്തിയിൽ നിറയാം. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ, അധിക ബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ, അധിക ബലം തരണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രതിഷ്ഠാജപം നമുക്ക് ഏറ്റുചൊല്ലാം. എന്റെ രാജ്ഞിയായ അമ്മേ, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങയോടുള്ള എന്റെ ഭക്തിയെ പ്രകടമാക്കുന്നു. ഈ ദിവസത്തെയും കണ്ണിനെയും കാതുകളെയും നാവിനെയും ഹൃദയത്തെയും എന്റെ സർവസ്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആയതുകൊണ്ട് എന്റെ നല്ല അമ്മയെ, എന്നെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് കാത്തുരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവിന്റെ മാതാക പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ ഇതാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വചനം മാംസമായി നമ്മളുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന ഓരോ പുണ്യങ്ങളും നമ്മളിലും നിറയുന്നതിനും നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, വിശ്വാസം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും
എന്നെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, പ്രത്യാശ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, സ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, സ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്ഷമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, പരിശ്രമശീലം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ. എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. എന്റെ ഹൃദയത്തിൽ വെളിച്ചം വീശണമേ. പരിശുദ്ധാത്മാവേ എന്റെ മനസ്സിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീക കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കൃപ നൽകണമേ. പരിശുദ്ധാത്മാവേ എന്റെ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. ദൈവത്തിന്റെ ഉപരിമഹത്വത്തിനായി എന്റെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും വിശുദ്ധീകരിക്കണമേ. ചൊല്ലി പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധ മറിയമേ, എന്റെ ഹൃദയത്തെ അങ്ങയുടേതാക്കി മാറ്റണമേ. പുണ്യങ്ങളാൽ നിറച്ച് പരിശുദ്ധിയുടെ പൂമാല ചാർത്തണമേ.
അങ്ങേക്ക് പ്രതിഷ്ഠിച്ചിരിക്കുന്ന എന്റെ ഹൃദയം അങ്ങയുടെ സ്വന്തമാക്കണമേ. അങ്ങേക്കുള്ള കാഴ്ചവസ്തുവായി എന്റെ ഹൃദയത്തെ പിതാവായ ദൈവത്തിന് സമർപ്പിക്കണമേ. അങ്ങയുടെ ഹൃദയത്തെ മറ്റുള്ളവർ അറിയുവാൻ എന്നെ അങ്ങയുടെ ഉപകരണമായി മാറ്റണമേ. പന്തക്കുസ്ത പ്രാർത്ഥനയും നമ്മൾ ചൊല്ലുന്നു. ഏറ്റുചൊല്ലാം. ക്രിസ്തുവിന്റെ ആത്മാവേ, എന്നെ ചലിപ്പിക്കണമേ. ക്രിസ്തുവിന്റെ ആത്മാവേ, എന്നെ മാറ്റണമേ. ക്രിസ്തുവിന്റെ ആത്മാവേ, എന്നെ നിറയ്ക്കണമേ. ക്രിസ്തുവിന്റെ ആത്മാവേ, എന്നെ മുദ്രയടിക്കണമേ. ഓ സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ ഹൃദയത്തിൽ എന്നെ പ്രതിഷ്ഠിക്കണമേ. പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ. എന്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്ര കുത്തണമേ. അങ്ങനെ ഞാൻ അങ്ങയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ. ആമേൻ. നമ്മുടെ കർത്താവീശോയും മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.